ഹലോ എവറി വൺ, വെൽക്കം ടു സഹകാരി റൈസ് പ്ലസ്. ഇന്ന് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഫുഡ് പ്രിസർവേഷൻ്റെ 10ാമത്തെ പാർട്ടാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ കുറേ പ്രിസർവേഷൻ മെത്തേഡ്സ് നോക്കിക്കാണും, അതിൻ്റെയൊക്കെ പ്രിൻസിപ്പിൾസും, അതായത് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾസും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു കാണും അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രിസർവേഷൻ മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ എന്ത് ചെയ്യണം, ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ നോക്കാൻ പോകുന്നത്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രിസർവേഷൻ ടെക്നിക്സ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളൊന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ നോക്കുന്നതാണ് ക്യാനിങ്. ക്യാനിങ് ഓൾറെഡി നിങ്ങൾ കുറച്ച്, അതായത് ക്യാനിങ് എന്താണ്, ആരാണ് കണ്ടുപിടിച്ചത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കാണും അല്ലേ, ഒരു ഇൻട്രോ പോലെ പഠിച്ചു കാണും. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. എന്നാലും നമ്മൾ കഴിഞ്ഞ ക്ലാസ് കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ ക്യാനിങ് എന്താണെന്ന് നന്നായിട്ട് പറയുന്നുണ്ട്. പിന്നെ അതുമായിട്ട് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സും ടൈപ്പ് ഓഫ് ക്യാനിങ്ങും ഒക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ക്യാനിങ് എന്നുള്ളത് നോക്കാം. ക്യാനിങ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫുഡിനെ നമ്മൾ പ്രിസർവ് ചെയ്യാൻ ക്യാൻസലാക്കി ഇട്ടേക്കാണല്ലേ. അതായത് ലൈക്ക് മെറ്റലോ ഗ്ലാസ്സോ അല്ലെങ്കിൽ തെർമോസ്റ്റേബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയൽസിലോ അല്ലെങ്കിൽ റീടോട്ട് പൗച്ചിനകത്തൊക്കെ നമ്മൾ എന്താണ്, ഫുഡിനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, പ്രിസർവ് ചെയ്ത് വെക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയാം, ക്യാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ പ്രോസസ് ഓഫ് സീലിംഗ് ഫുഡ് സ്റ്റഫ് ഹെർമെറ്റിക്കലി ഇൻ കണ്ടെയ്നേഴ്സ് മെയ്ഡ് അപ്പ് ഓഫ് മെറ്റൽ, ഗ്ലാസ്, തെർമോസ്റ്റേബിൾ പ്ലാസ്റ്റിക് ഓർ മൾട്ടി ലെയർഡ് ഫ്ലെക്സിബിൾ പൗച്ച്. അപ്പോൾ ഇതെന്താണ്, ഫുഡിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഹെർമെറ്റിക്കലി സീൽ ചെയ്ത് ഒരു കണ്ടെയ്നറിനുള്ളിൽ പ്ലേസ് ചെയ്യാണ്. ആൻഡ് സ്റ്റെറിലൈസിങ് ദം ബൈ ഹീറ്റ്. എന്നിട്ട് അവരെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റെറിലൈസ് ചെയ്യാണ് യൂസിങ് ഹീറ്റ് ഫോർ ലോങ് സ്റ്റോറേജ് കൂട്ടാൻ വേണ്ടി, അതായത് അതിനെ പ്രിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഹീറ്റ് യൂസ് ചെയ്തിട്ട് അവരെ സ്റ്റെറിലൈസ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് ക്യാനിങ് എന്ന് പറയുന്നത്. സോ ദ പ്രോസസ് ഓഫ് സീലിംഗ് ഫുഡ് സ്റ്റഫ്സ് ഹെർമെറ്റിക്കലി ഇൻ കണ്ടെയ്നേഴ്സ് ആൻഡ് സ്റ്റെറിലൈസിങ് ദം ബൈ ഹീറ്റ് ഫോർ ലോങ് സ്റ്റോറേജ്. ഈ ഒരു ഹോൾ പ്രോസസ്സിനെയാണ് ക്യാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാനിങ് വഴി നമുക്കൊരു ഫുഡ് സ്റ്റഫിൻ്റെ ഷെൽഫ് ലൈഫ് 1 to 5 years ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്യിക്കാൻ പറ്റും. 1 മുതൽ 5 വർഷം വരെ ഒക്കെ എന്ത് ചെയ്യാം, ഈ ക്യാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇറ്റ് എൻഹാൻസസ് ദ ഷെൽഫ് ലൈഫ് ഓഫ് ദ പ്രോഡക്റ്റിൻ്റെ ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാം. 1 to 5 years ഒക്കെ വരെ ഇൻക്രീസ് ചെയ്യാം. അതിൽ കൂടുതൽ നമ്മൾ പ്രോപ്പർ കണ്ടീഷനിൽ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിൽ കൂടുതലും അതിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, സോ അതാണ് ക്യാനിങ്. അപ്പോൾ ക്യാനിങ് എന്ന് പറയുന്നത് എന്താണ്, ഫുഡ് സ്റ്റഫിനെ നമ്മൾ ഹെർമെറ്റിക്കലി ഒരു കണ്ടെയ്നറിനുള്ളിൽ, അതായത് സ്റ്റെറിലൈസ് ചെയ്ത് നമ്മളൊരു കണ്ടെയ്നറിനുള്ളിൽ സ്റ്റോർ ചെയ്യുകയാണ്. ഓക്കെ, എന്നിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് സീൽ ചെയ്യും. എന്നിട്ട് അതിനെ ഫെർദർ ആയിട്ട് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യും യൂസിങ് ഹീറ്റ്. അപ്പോൾ നമുക്ക് ലോങ് സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇവിടെ മെയിനായിട്ടും വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ അപ്പോൾ എന്താണ്, ഹീറ്റിംഗ് ആണ്. നമ്മൾ ഹീറ്റ് ചെയ്തിട്ടാണ്, അപ്പോൾ ഇതൊരു തെർമൽ പ്രോസസ്സാണ്. അതായത് ഹീറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹീറ്റിംഗ് എന്തിനാണ് കൊടുക്കുക, മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഹീറ്റ് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ സീൽ ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്, കംപ്ലീറ്റ് ആയിട്ട് അതിനെ സീൽ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തിനാണ്, റീഇൻഫെക്ഷൻസ്, അതായത് തുറന്നു വയ്ക്കുമ്പോൾ എന്ത് പറ്റും, നമ്മൾ അറ്റ്മോസ്ഫിയറിലുള്ള മൈക്രോബ്സ് ഇതിനുള്ളിൽ കയറി പിന്നെ ഇൻഫെക്ഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ അത് സ്പോയിലേജ് കോസ് ചെയ്യാം. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സീലിംഗ് ചെയ്യുന്നത്. സോ ഹീറ്റിംഗ് കൊണ്ട് മൈക്രോബ്സിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയും ആൻഡ് ഈ സീലിംഗ് കാരണം നമുക്ക് ഫെർദർ ആയിട്ടുള്ള ഇൻഫെക്ഷനോ സ്പോയിലേജോ ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും. സോ ഹീറ്റിംഗ് ആണ് ഇവിടുത്തെ മെയിൻ പ്രിൻസിപ്പിൾ. അതെന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്, ടു സ്റ്റോപ്പ് ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസം ഓർ ടു കിൽ ദ മൈക്രോ ഓർഗാനിസം. പിന്നെ സീലിംഗ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്, ടു പ്രിവെൻറ്റ് ദ റീഇൻഫെക്ഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സീലിംഗ് ചെയ്യുന്നത്. ഇനി ഫസ്റ്റ് ടൈം ക്യാനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് കണ്ടുപിടിച്ചതും അത് ചെയ്തതും നിക്കോളാസ് അപ്പേർട്ടാണ്. ഇൻ 1804 നിക്കോളാസ് അപ്പേർട്ടാണ് ഇൻ ഫ്രാൻസ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഫുഡിനെ നമുക്ക് ക്യാനിനകത്ത് സീൽ ചെയ്ത് വെച്ചിട്ട് അതിനെ ഹീറ്റ് കൊണ്ട് സ്റ്റെറിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും എന്ന് കൊണ്ടുവന്നത്. ഓക്കെ, സോ ക്യാനിങ് കണ്ടുപിടിച്ച ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നിക്കോളാസ് അപ്പേർട്ട് ഇൻ 1804.
ഓക്കെ, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെയാണ് നമ്മൾ ഫാദർ ഓഫ് കാനിങ്. ഫാദർ ഓഫ് കാനിങ് എന്ന് പറയുന്നത് ആരെയാണ്? നിക്കോളാസ് അപ്പേർട്ടിനെയാണ്. ഫാദർ ഓഫ് കാനിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? നിക്കോളാസ് അപ്പേർട്ടാണ്. ഓക്കെ, അപ്പം ഈ അദ്ദേഹം യൂസ് ചെയ്ത ആ ഒരു കാര്യമാണ് നമ്മളിപ്പം കൊമേഴ്ഷ്യലി കാനിങ് മെത്തേഡിലേക്ക് നയിച്ചത് കേട്ടോ. അപ്പം ഇപ്പം നമ്മൾ അത് യൂസ് ചെയ്യുന്നതും അദ്ദേഹം ചെയ്ത പോലെ തന്നെയാണ്. ഓക്കെ, അതിൽ ചില മോഡിഫിക്കേഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടാണ് നമ്മളിപ്പോൾ നന്നായിട്ട് കാനിങ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് വർക്ക് ക്രിയേറ്റഡ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഫോർ ദ മോഡേൺ കാനിങ് മെത്തേഡ്. അപ്പം നിക്കോളാസ് അപ്പേർട്ടാണ് കാനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് കണ്ടുപിടിക്കുന്നതും. സോ ഹീ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് കാനിങ്. ഓക്കെ, ഇനി ഇദ്ദേഹമാണല്ലോ ഇത് കണ്ടുപിടിച്ചത്, അതായത് നിക്കോളാസ് അപ്പേർട്ടാണ് കണ്ടുപിടിച്ചത്. സോ അതുകൊണ്ട് കാനിങ്ങിനെ നമ്മൾ അപ്പർട്ടൈസിങ് എന്ന് വിളിക്കും, അപ്പർട്ടൈസിങ് എന്നും വിളിക്കാറുണ്ട്. അതായത് അപ്പേർട്ട് കണ്ടുപിടിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് ഉള്ള ബഹുമാനം അല്ലെങ്കിൽ റെസ്പെക്ട് എന്നുള്ള രീതിയിലാണ് അപ്പർട്ടൈസിങ് എന്നുള്ള ടേം കൊടുത്തത്. ഓക്കെ അല്ലേ? അപ്പോൾ നിക്കോളാസ് അപ്പേർട്ട് അദ്ദേഹമാണിത് കണ്ടുപിടിച്ചത്. ഫാദർ ഓഫ് കാനിങ് എന്ന് പറയുന്നതും നിക്കോളാസ് അപ്പേർട്ടാണ്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് കാനിങ്. കാനിങ് എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്? എന്തിനു വേണ്ടി നമ്മൾ കാനിങ് ചെയ്യുന്നു? ഒന്ന്, നമ്മളിപ്പോൾ ഫ്രഷ് ഫ്രൂട്ട്സോ ഫുഡ്സോ ഏത് ടൈപ്പ് ഫുഡ് ആണെങ്കിലും നമ്മൾ അത് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ നേരം കീപ്പ് ചെയ്യാൻ പറ്റുമോ? കുറേ നാളാകുമ്പോഴത്തേനും അതിന് എന്ത് പറ്റും? അതിനകത്ത് മൈക്രോബ്സ് ഒക്കെ ഗ്രോ ചെയ്ത് അത് കംപ്ലീറ്റ്ലി അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂവും പോവും, അതിനകത്ത് സ്പോയിലേജും ഉണ്ടാവും അല്ലേ? സോ ഫ്രഷ് ഫുഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഹൈലി പെരിഷബിൾ ആണ് ആൻഡ് സ്പോയിൽ ഓർ ലോസ് ദെയർ ക്വാളിറ്റി ഡ്യൂ ടു ഹൈ ലെവൽ ഓഫ് വാട്ടർ കണ്ടന്റ്. വാട്ടർ കണ്ടന്റ് ഹൈ ആയതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് തന്നെ എന്താവും? മൈക്രോബ്സിന് അതിനകത്ത് ഗ്രോ ചെയ്യുകയും അത് സ്പോയിലായി മാറുകയും ചെയ്യും. സോ ഇങ്ങനെ വരുന്ന കണ്ടീഷനിൽ, അതായത് ഹൈ ലെവൽ ഓഫ് വാട്ടർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ മൈക്രോബ്സിന് ഈസി ആയിട്ട് അതിനകത്ത് ഗ്രോ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ മോയ്സ്ചർ, ഓക്സിജൻ, അതിനകത്തുള്ള എൻസൈംസ്, ഇതെല്ലാം എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്? ആ മൈക്രോബ്സിന്റെ ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ദയബൈ കോസിങ് ദ സ്പോയിൽ അങ്ങനെ അവർ കോസ് ചെയ്യുകയും ചെയ്യും. സോ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എഫക്റ്റ് ഓഫ് മൈക്രോ ഓർഗാനിസം മിനിമൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാനിങ് ചെയ്യുന്നത്. അതായത് സിംപ്ലി പറഞ്ഞാൽ അതിനെ പ്രിസർവ് ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കാനിങ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ഇമ്പോർട്ടൻസ് ഓഫ് കാനിങ് എന്ന് പറയുന്നത് പ്രിസർവ് ദ ഫുഡാണ്. അതെങ്ങനെയാണ്? തെർമൽ ട്രീറ്റ്മെൻറ്റ്, ഹീറ്റ് കൊടുത്തിട്ടാണ് നമ്മളിവിടെ പ്രിസർവ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാനും പറ്റും ആൻഡ് സേഫ്റ്റി കൊടുക്കുകയും ചെയ്യും. ഫുഡിന് സേഫ്റ്റി കൊടുക്കുകയും ചെയ്യും. സോ കൺസ്യൂമർ സേഫ്റ്റി ആണ് പ്രൈമറി ഗോൾ വെൻ ഫുഡ് ഈസ് ക്യാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ടും പ്രിസർവേഷൻ, ദാറ്റ് മീൻസ് മൈക്രോബ്സിൻ്റെ ഗ്രോത്തിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റും ആൻഡ് സേഫ് ആയിരിക്കും, കൺസ്യൂം ചെയ്യാൻ സേഫും ആയിരിക്കും. സോ അതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ക്യാനിങ്ങിൽ വരുന്നത്. ഇനി ക്യാൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഫുഡിനുണ്ടാവുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ ന്യൂട്രീഷണൽ വാല്യൂ എങ്ങനെ ആയിരിക്കും എന്നുള്ളതും കൂടെ നമുക്കൊന്ന് നോക്കണം. അതായത് ക്യാൻഡ് ഫുഡിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ. അതായത് ക്യാനിങ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി അതിനകത്തുള്ള വൈറ്റമിൻസ് ലൈക്ക് വൈറ്റമിൻ എ, സി, തൈമിൻ, റൈബോഫ്ലാവിൻ, ഇങ്ങനത്തെ ചില വൈറ്റമിൻസ് എന്ത് ചെയ്യും? അവർ ഡിസ്ട്രോയ് ചെയ്യാറുണ്ട്. അബൌട്ട് ഫ്രം 1/3 to 1/2 0.5% വരെയും എന്ത് സംഭവിക്കാറുണ്ട്? ഡിസ്ട്രക്ഷൻ സംഭവിക്കാറുണ്ട്. അതായത് അത് ലോസ് ആവാറുണ്ട് ഇങ്ങനത്തെ വൈറ്റമിൻസ്, വൈറ്റമിൻ എ, സി, തൈമിൻ, റൈബോഫ്ലാവിൻ ഒക്കെ. ഇനി നമ്മൾ കുറേ നാളും കൂടെ ആ ക്യാൻഡ് ഫുഡിനെ നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെന്ന് വെച്ചോളൂ. കുറേ നാളും കൂടെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിനകത്തുള്ള മിക്ക വൈറ്റമിൻസും എന്ത് ചെയ്യാറുണ്ട്? ലോസ് ആവാറുണ്ട്. ഓക്കെ, അപ്പം ക്യാൻ ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് ഈ വൈറ്റമിൻ എ, സി, തൈമിൻ, റൈബോഫ്ലാവിൻ പോലത്തെ വൈറ്റമിൻസിൻ്റെ എമൗണ്ട് കുറയാറുണ്ട്. ഓക്കെ, അവർ ഡിസ്ട്രോയ് ചെയ്യപ്പെടാറുണ്ട്. ഇനി നമ്മൾ ഓരോ വർഷം എത്ര വർഷം നമ്മളിങ്ങനെ ക്യാൻ ചെയ്ത് വെച്ചിരിക്കുന്നോ അത്രയും വർഷം, ഓരോ വർഷം പോകുന്തോറും എന്ത് പറ്റും? അവിടെ വൈറ്റമിൻസിൻ്റെ ലോസ് സംഭവിക്കും. ഫ്രം 5 to 20% ലോസ് സംഭവിക്കും. സോ ക്യാൻഡ് ഫുഡിനകത്ത് ഈ വൈറ്റമിൻസിൻ്റെ എമൗണ്ട്, അതായത് നമ്മൾ എത്രത്തോളം കൂടുതൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നോ അതിനകത്ത് വൈറ്റമിൻസിൻ്റെ എമൗണ്ടിൽ എന്ത് സംഭവിക്കും? കുറവ് ഉണ്ടാവാറുണ്ട്. അതാ വൈറ്റമിൻസ് ഈ പറഞ്ഞതല്ലാതെ ബാക്കിയുള്ള മിക്ക വൈറ്റമിൻസിൻ്റെ എമൗണ്ട് എന്ത് ചെയ്യാറുണ്ട്? കുറയാറ് ഉണ്ട് കമ്പയർ ടു ഫ്രഷ് ഫുഡ്. ഓക്കെ, ഇനി വെജിറ്റബിൾസ് എന്ന് പറയുന്നത് നമ്മൾ
അപ്പം നമ്മൾ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാമെന്ന് വെച്ചോളൂ. അതേപോലെ ഹാർവെസ്റ്റ് ചെയ്ത് ഉടനെ നമ്മൾ ക്യാൻ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഫ്രഷ് വെജിറ്റബിൾ എടുത്തിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂയിൽ ഒബ്വിയസ്ലി എന്തുണ്ടാവും, ഡിക്രീസ് ഉണ്ടാവും, അല്ലെങ്കിൽ കുറവായിരിക്കും അല്ലേ. സോ പക്ഷേ നമ്മളിപ്പോൾ ഫ്രഷ് ഫ്രൂട്ട് അല്ലെങ്കിൽ വെജിറ്റബിൾ എടുത്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ക്യാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ ഒരു ഫ്രഷ് വെജിറ്റബിൾ എടുത്തിട്ട് ഒരു 10 days കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണെങ്കിലും ഏതിനായിരിക്കും ന്യൂട്രീഷണൽ വാല്യൂ കൂടുതൽ? ഈ ക്യാൻഡിനായിരിക്കും ന്യൂട്രീഷണൽ വാല്യൂ. അപ്പോൾ അവിടെ ഓർക്കേണ്ട കാര്യം, ഹാർവെസ്റ്റ് ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ക്യാൻ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ കുറച്ച് കൂടുതലായിരിക്കും കമ്പയർ ടു ഫ്രഷ് പ്രൊഡ്യൂസ്ഡ് ഹെൽഡ് മെനി ഡേയ്സ് ആഫ്റ്റർ ഹാർവെസ്റ്റ് കഴിഞ്ഞ് കുറേ നാൾ ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കുറേ നാൾ കഴിഞ്ഞ് നമ്മൾ യൂസ് ചെയ്യുന്നതിനെ ക്യാൻഡിൻ്റെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും, കുറച്ചുകൂടെ ക്യാൻഡിനാണ് ന്യൂട്രീഷണൽ വാല്യൂ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ ഓർക്കേണ്ട പോയിന്റ് ഇതാണ്, വെജിറ്റബിൾ നമ്മൾ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണം. അതേപോലെ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഉടനെ ക്യാൻ ചെയ്യുവാണെങ്കിലാണ് ഇത് സംഭവിക്കുന്നത്. ഓക്കെ, ഇനി ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് വഴി ഉണ്ടാവുന്ന ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറ്ററി ഫൈബേഴ്സ് ഒക്കെ ഇല്ലേ, അതായത് ഫുഡിനകത്തുള്ള ഡയറ്ററി ഫൈബേഴ്സ് കുറച്ചും കൂടെ സോളബിൾ ആയിട്ട് മാറാറുണ്ട്. സോ നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോൾ, അതായത് ക്യാനിങ്ങിൽ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഡയറ്ററി ഫൈബേഴ്സ് എന്താവും, മോർ സോളബിൾ ആയിട്ട് മാറും. ഡയറ്ററി ഫൈബേഴ്സ് ബിക്കം മോർ സോളബിൾ. അതുകൊണ്ട് തന്നെ എന്ത് പറ്റും, നമ്മളെ കോളനിൽ അവർ ഈസി ആയിട്ട് ഫെർമെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ആ ഒരു പോയിന്റ് ഓർത്തിച്ചോളും. അപ്പം ക്യാനിങ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ക്യാൻ ചെയ്ത ഫുഡിൻ്റെ ബെനിഫിറ്റ്സ് ആണ് അല്ലെങ്കിൽ ന്യൂട്രീഷണൽ ചേഞ്ചസ് ആണ് നമ്മൾ ഈ പറഞ്ഞത്. വൈറ്റമിൻസിലൊക്കെ കാര്യമായ കുറവ് അല്ലെങ്കിൽ ലോസ് സംഭവിക്കാറുണ്ടെങ്കിലും ഇതേപോലെ ഡയറ്ററി ഫൈബേഴ്സ് എന്താകും, മോർ സോളബിൾ ആവും ആൻഡ് ദേ ആർ മോർ റെഡ്ലി ഫെർമെൻറ്റഡ് ഇൻ ദ കോളനിൽ അവർ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ഫെർമെൻറ്റ് ചെയ്ത് ഗ്യാസും അതേപോലെ ഫിസിയോളജിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ബൈ പ്രോഡക്ട്സും ആയിട്ട് മാറും. അപ്പോൾ അത് ഒരു ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി അടുത്തയാണ് നമ്മൾ ക്യാൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കണ്ടെയ്നേഴ്സ്. ഏതൊക്കെ കണ്ടെയ്നേഴ്സിലാണ് നമ്മൾ ഫുഡിനെ ക്യാൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്? കൂടുതലും നമ്മൾ ഈ വീട്ടിലൊക്കെ നമ്മൾ ക്യാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതലും ഗ്ലാസ് ജാർസ് ഒക്കെയാണ് യൂസ് ചെയ്യുക. വെറസ് കൊമേഴ്ഷ്യലി അവൈലബിൾ കൂടുതലും എന്താണ്, മെറ്റൽ ക്യാനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, സോ ദ കണ്ടെയ്നർ പ്ലേ എസെൻഷ്യൽ റോൾ ഇൻ ഫുഡ് ക്യാനിങ്ങിൽ കണ്ടെയ്നേഴ്സിന് ഒരുപാട് റോളുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ദ കണ്ടെയ്നർ എന്തായിരിക്കണം, ഹെർമെറ്റിക്കലി സീൽഡ് ആയിരിക്കണം. അതായത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും, മൈക്രോബ്സ് എൻറ്റർ ചെയ്യാൻ അവർ സമ്മതിക്കില്ല. സോ ദേ അവോയ്ഡ് ദ ആക്സസ് ടു മൈക്രോ ഓർഗാനിസം. അപ്പം ക്യാനിന് എന്തായിരിക്കണം, കേപ്പബിൾ ഓഫ് ബീയിങ് ഹെർമെറ്റിക്കലി സീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാൻ ആയിരിക്കണം. പിന്നെ ലിക്വിഡ് ആൻഡ് ഗ്യാസസിന് ഇംപെർമിയബിൾ ആയിരിക്കണം അല്ലെങ്കിൽ റെസിസ്റ്റൻ്റ് ആയിരിക്കണം, ഇൻക്ലൂഡിങ് വാട്ടർ വേപ്പർ. ഓക്കെ, അതായത് ലിക്വിഡോ ഗ്യാസോ അതിനകത്ത് കയറുകയോ പുറത്തേക്ക് പോവുകയോ ഒന്നും ചെയ്യരുത്. സോ അതാണ് റെസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഇംപെർമിയബിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. റെസിസ്റ്റൻ്റ് ടു ലിക്വിഡ് ആൻഡ് ഗ്യാസ് ഓർ ഇംപെർമിയബിൾ ടു ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ഇനി ആ ഒരു അതായത് ബയോളജിക്കൽ സ്റ്റെബിലിറ്റി അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, അതായത് നമ്മൾ ഇപ്പം തെർമൽ ട്രീറ്റ്മെൻറ്റ് മാത്രം വെച്ചിട്ടോ അല്ലെങ്കിൽ അതർ കെമിക്കൽ ഓർ ഫിസിക്കൽ പ്രോസസ്സ് വഴിയോ നമുക്ക് ബയോളജിക്കൽ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യാൻ പറ്റണം, റീറ്റെയിൻ ചെയ്യാൻ പറ്റണം. റിറ്റെയിൻ ദ കണ്ടീഷൻ ഓഫ് ബയോളജിക്കൽ സ്റ്റെബിലിറ്റി അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്യാൻ പറ്റണം. ആൻഡ് ഇഫ് ഡിഫെൻസ് ദ കണ്ടന്റ് എഗെയിൻസ്റ്റ് ഡാമേജ് ഡ്യൂറിങ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ്. അതെന്ത് ചെയ്യണം, അതായത് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ സ്റ്റോറേജിൻ്റെ സമയത്തോ ഈ കണ്ടന്റ് അതേപോലെ തന്നെ ഇരിക്കണം, ഡാമേജ് ആവാതെ അതേപോലെ തന്നെ അതിനുള്ളിൽ ഇരിക്കുന്ന രീതിയിൽ ആവണം. അങ്ങനത്തെ ക്യാൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടും ക്യാൻസിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഒരു കണ്ടെയ്നേഴ്സ് കുറേ റോള്, അതായത് ക്യാനിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആണ് കണ്ടെയ്നേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തൊക്കെ പ്രോപ്പർട്ടി അതിന് ഉണ്ടാവണം, ഇറ്റ് മസ്റ്റ് ബി കേപ്പബിൾ ഓഫ് ബീയിങ് ഹെർമെറ്റിക്കലി സീൽഡ് ആൻഡ് ഇറ്റ് ഷുഡ് ബി റെസിസ്റ്റൻറ്റ് ടു ലിക്വിഡ് ആൻഡ് ഗ്യാസ്. പിന്നെ എന്തായിരിക്കണം, അത് ബയോളജിക്കൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. ആൻഡ് അതിൻ്റെ കണ്ടന്റ്, അതിനുള്ളിലുള്ള കണ്ടന്റ് ഡാമേജ് ഒന്നും ഉണ്ടാവാതെ അങ്ങനെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ഇറ്റ് ഷുഡ് ഡിഫെൻസ് ദ കണ്ടന്റ് അഗെയിൻസ്റ്റ് ഡാമേജ്. ഇത്രയും കാര്യങ്ങൾ ആ ക്യാൻ മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ക്യാൻ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ സ്റ്റീൽ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. സ്റ്റീൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ സ്റ്റീലിൽ തന്നെ നമ്മൾ ടിൻ പ്ലേറ്റ് ഉള്ളത് വരും, ടിൻ ഫ്രീ സ്റ്റീൽ യൂസ് ചെയ്യാറുണ്ട്, നിക്കൽ പ്ലേറ്റഡ് സ്റ്റീൽ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റീൽസ് ആണ് നമ്മൾ കൊമേഴ്ഷ്യലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന
ക്യാൻ മെറ്റീരിയൽ. സ്റ്റീൽ എന്ന് പറയുന്നതാണ് ഏറ്റവും കോമൺ ആയിട്ട് കൊമേഴ്ഷ്യലി യൂസ് ചെയ്യുന്ന ക്യാൻ മെറ്റീരിയൽ. സോ മെറ്റീരിയൽ കോമൺലി യൂസ് ടു മേക്ക് മെറ്റീരിയൽ ഫുഡ് ക്യാൻസ് ആർ ടിൻ പ്ലേറ്റ്, ടിൻ ഫ്രീ സ്റ്റീൽ ആൻഡ് നിക്കൽ പ്ലേറ്റഡ് സ്റ്റീൽ. അതേപോലെ അതിനുള്ളിലുള്ള ഇപ്പം നമ്മൾ ടിൻ പ്ലേറ്റ് എന്ന് പറഞ്ഞില്ലേ, അപ്പം ടിന്നിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ ആ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 1.5% ആയിരിക്കണം. അതായത് ക്യാനിൻ്റെ വെയിറ്റിൻ്റെ 1.5% മാത്രമായിരിക്കണം ടിന്നിൻ്റെ പെർസെൻറ്റേജ് വേണ്ടത്. ആൻഡ് ഇറ്റ് ഈസ് സപ്പോസ് ടു കണ്ടെയ്ൻ ലെസ് ദാൻ 1% ലെഡ്. ലെഡും കൂടെ ലെസ് ദാൻ 1%, അത് ഓർക്കുക, ലെസ് ദാൻ 1% ലെഡ് കാണണം. കാരണം ലെഡ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കൊറോഷൻ ഇല്ലേ, കൊറോഷനെ അല്ലെങ്കിൽ റസ്റ്റിങ്ങിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തുരുമ്പ് പിടിക്കുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം സ്റ്റീലാണ് ഒരു കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ക്യാൻ മെറ്റീരിയൽ. അത് തന്നെ ഡിഫറെൻറ്റ് രീതിയിൽ മെറ്റലാണ് ഫസ്റ്റ്. അപ്പോൾ മെറ്റലിൽ സ്റ്റീലാണ് നമ്മൾ യൂസ് ചെയ്യുക. ടിൻ പ്ലേറ്റഡ് ഉണ്ട്, ടിൻ ഫ്രീ സ്റ്റീൽ ഉണ്ട്, നിക്കൽ പ്ലേറ്റഡ് സ്റ്റീൽ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ അതിൽ ടിന്നിൻ്റെ എമൗണ്ട് എന്തായിരിക്കണം, അബൌട്ട് 1.5% ആയിരിക്കണം ഓഫ് ദാറ്റ് ക്യാൻ വെയിറ്റ്. ആൻഡ് അതിനകത്ത് എന്തായിരിക്കണം, ലെസ് ദാൻ 1% ലെഡ് ഉണ്ടായിരിക്കണം. അത് എന്തിനു വേണ്ടിയാണ്, ടു പ്രിവെൻറ്റ് കൊറോഷൻ ഓർ റസ്റ്റിംഗ്. ഇനി രണ്ടാമത് നമ്മൾ വീട്ടിലൊക്കെ ക്യാനിങ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നതാണ് ഗ്ലാസ് കണ്ടെയ്നേഴ്സ് ആൻഡ് മെറ്റൽ ക്ലോഷേഴ്സ്. ഗ്ലാസ് കണ്ടെയ്നേഴ്സിന് മെറ്റൽ വെച്ചിട്ടുള്ള ലിഡ് അല്ലെങ്കിൽ ക്ലോഷേഴ്സ് ഉള്ളത്. അതാണ് വീടുകളിലൊക്കെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ അതിന് ഹൈ കണ്ടക്ടിവിറ്റി ഓഫ് ഹീറ്റ് ആയിരിക്കും. അതേപോലെ അത് പെട്ടെന്നൊന്നും അങ്ങ് പൊട്ടി പോവില്ല കേട്ടോ. അതായത് അങ്ങനത്തെ വിഡ്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഗ്ലാസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ കനോട്ട് ബി ബ്രോക്കൺ ഈസിലി. ഇനി ഇത് ഡെൻസ് ആയതുകൊണ്ടാണ്, ഗ്ലാസ് ആണല്ലോ, അപ്പോൾ അത് ഡെൻസ് ആയതുകൊണ്ട് തന്നെ അത് ഫുഡ് സ്റ്റഫ്, അതായത് ലൈറ്റ് ഉള്ളിലേക്ക് കയറി ഫുഡ് സ്റ്റഫിനെ ഡാമേജ് ചെയ്യുമോ എന്നുള്ള പേടിയൊന്നും നമുക്ക് വേണ്ട. സോ എനി പ്രോബബിൾ ബാഡ് എഫക്റ്റ് ഓഫ് ലൈറ്റ് ഓൺ ഫുഡ് സ്റ്റഫ് ആർ അവോയ്ഡഡ്. അതായത് ഈ ഗ്ലാസ് കണ്ടെയ്നർ വിത്ത് മെറ്റൽ ക്ലോഷർ വെച്ചിട്ട് നമുക്ക് ഈ ലൈറ്റ് കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലംസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതേപോലെ അത് സ്ട്രെസ് ഫോഴ്സസിനെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻഡ്യൂർ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യുന്ന സമയത്തും കൂൾ ചെയ്യുന്ന സമയത്തും ഉണ്ടാകുന്ന ഈ സ്ട്രെസ്സുകളെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻഡ്യൂർ ചെയ്യാൻ പറ്റും. ഓക്കെ. ആൻഡ് പാക്കിംഗ് ദ ജാർ പ്ലേസ് എ ലാർജ് റോൾ ഇൻ ഹീറ്റ് ട്രാൻസ്ഫർ ത്രൂ ദ പ്രോഡക്റ്റ്. ഇനി ഈ ജാറുകളെ നമ്മൾ പാക്ക് ചെയ്യുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. അത് തന്നെ പല രീതിയിൽ നമ്മൾ പാക്ക് ചെയ്യാറുണ്ട്. ഒന്നെങ്കിൽ നമ്മൾ റോ ഓർ കോൾഡ് പാക്ക് ചെയ്യും, അല്ലെങ്കിൽ ഹോട്ട് പാക്ക് ചെയ്യും. അപ്പോൾ ഈ ജാറുകളിൽ, അതായത് ക്യാൻ ചെയ്യുന്ന ജാറുകളിൽ നമുക്ക് രണ്ട് രീതിയിൽ എന്ത് ചെയ്യാം, ഫുഡിനെ പാക്ക് ചെയ്യാം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ റോ അല്ലെങ്കിൽ കോൾഡ് പാക്ക്. ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും അല്ലേ, റോ ഫുഡായിരിക്കും നമ്മൾ, അല്ലെങ്കിൽ റോ മെറ്റീരിയൽ ആയിരിക്കും അതിനുള്ളിൽ പ്ലേസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഹോട്ട് പാക്കും ചെയ്യാം. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് എന്താണ്, റോ അല്ലെങ്കിൽ കോൾഡ് പാക്ക്. രണ്ടാമത്തേതാണ് ഹോട്ട് പാക്ക്. അപ്പോൾ ഫസ്റ്റ് വൺ, റോ ഓർ കോൾഡ് പാക്ക്. റോ ഓർ കോൾഡ് പാക്ക്. അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ റോ മെറ്റീരിയൽ അല്ലേ, അതായത് ആ റോ ഫുഡിനെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ജാറിനകത്ത് പ്ലേസ് ചെയ്യും. എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഹോട്ട് അല്ലെങ്കിൽ ബോയിലിംഗ് ലിക്വിഡിനകത്തോട്ട് അത് ഇമേഴ്സ് ചെയ്ത് വെക്കും. ഓക്കെ. അതായത് അതിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനുള്ളിലോട്ട് നമ്മൾ ഹോട്ട് അല്ലെങ്കിൽ ബോയിൽ ലിക്വിഡ് ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ. അതാണ് റോ ഓർ കോൾഡ് പാക്ക് എന്ന് പറയുന്നത്. ഹോട്ട് പാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്ത ഫുഡിനെ ഇൻ ലിക്വിഡ് എന്ത് ചെയ്യും, ഈ ജാറിനുള്ളിൽ പാക്ക് ചെയ്യും. അതായത് ആ ഫുഡിനെ ആദ്യം നമ്മൾ ലിക്വിഡിൽ വെച്ച് കുക്ക് ചെയ്തിട്ട് എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും, ആ ലിക്വിഡോട് കൂടി ക്യാനിലേക്ക് അല്ലെങ്കിൽ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കും. എന്നിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ജാറിൽ പാക്ക് ചെയ്യുന്ന രണ്ട് രീതിയിലാണ്, റോ ഓർ കോൾഡ് പാക്ക് അല്ലെങ്കിൽ ഹോട്ട് പാക്ക്. റോ ഓർ കോൾഡ് പാക്ക് എന്ന് പറയുമ്പോൾ റോ ഫുഡ് ഡയറക്റ്റ്ലി നമ്മൾ ക്യാനിലേക്ക് അല്ലെങ്കിൽ ജാറിലേക്ക് ഇടും. എന്നിട്ട് അതിനകത്ത് ഹോട്ട് ബോയിലിംഗ് ലിക്വിഡ് ഒഴിച്ചിട്ട് അത് അവിടെ കുക്ക് ചെയ്യാൻ നോക്കും. ഹോട്ട് പാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡിനെ നമ്മൾ ആദ്യം ക്യാൻ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുക്ക് ചെയ്യും. ആ ലിക്വിഡോട് കൂടി തന്നെ ആ കുക്ക്ഡ് ഫുഡിനെ നമ്മൾ എന്ത് ചെയ്യും, ജാറിലേക്ക് ഫില്ല് ചെയ്യും. ഈ രണ്ട് രീതിയിലാണ് നമ്മൾ ജാറിനുള്ളിൽ സീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫില്ല് ചെയ്യുന്നത്. ഒന്നെങ്കിൽ റോ ഓർ കോൾഡ് പാക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഹോട്ട് പാക്ക് ചെയ്യും. ഓക്കെ. ഇനി നമുക്ക് ഇതിൽ ഓർക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ഏരിയ ആണിത്. അതായത് നമ്മൾ ക്യാൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ് ഹെഡ് സ്പേസ് എന്ന് പറയുന്നത്. എന്താണ് ഹെഡ് സ്പേസ്? അതായത് നമ്മളെ ഫുഡ് ഇപ്പോൾ ഇതൊരു ക്യാൻ ആണെന്ന് വെച്ചോളൂ. ഓക്കെ. ഇതതിൻ്റെ ലിഡ്. ഓക്കെ. ഇതതിൻ്റെ ലിഡാണ്. അപ്പോൾ ഈ ലിഡും നമ്മളെ ഫുഡ് സ്റ്റഫ് ഇത്രയും ഉണ്ടെന്ന് വെച്ചോളൂ. അപ്പോൾ ആ ലിഡും ആ ഫുഡ് സ്റ്റഫിൻ്റെ ഇടയിലുള്ള ഇൻ ബിറ്റ്വീൻ ആ സ്പേസിൽ അതിനെയാണ് നമ്മൾ ഹെഡ് സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹെഡ് സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിഡിൻ്റെ ആ ട്രിമ്മും
നമ്മൾ ഫുഡും തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് ആണ് ഹെഡ് സ്പേസ് എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാൻ ചെയ്യുന്ന സമയത്ത് ഹെഡ് സ്പേസ് നോക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. So it is the area in the jar between the inside of the lid and top of the food or this liquid. അതായത് ആ ഫുഡിനും നമ്മുടെ ജാറിന് ഉള്ളിലുള്ള, അതായത് ലിഡിന് ഉള്ളിലുള്ള സ്പേസും തമ്മിലുള്ള അതിന് ഉള്ളിലുള്ള ആ സ്പേസിനെയാണ് നമ്മൾ ഹെഡ് സ്പേസ് എന്ന് പറയുന്നത്. അതായത് ഫുഡിന് മുകളിൽ മുതൽ ആ ലിഡിൻ്റെ അവിടെ വരെയുള്ള ആ സ്പേസിനെയാണ് ഹെഡ് സ്പേസ് എന്ന് പറയുന്നത്, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമ്മൾ ക്യാൻ ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് ഹെഡ് സ്പേസ്. ഓക്കെ, സോ ഇറ്റ് ഈസ് യൂഷ്വലി ദ ഫോളോയിങ് ഫോർ സർട്ടൻ ഫുഡ്സ്. ഓരോ ഫുഡിനും ഓരോ ഹെഡ് സ്പേസ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ഇൻ ദ കേസ് ഓഫ് ജെല്ലീസ് ഒക്കെയാണ് നമ്മൾ നിറയ്ക്കുന്നതെങ്കിൽ അത് 1/4 ഇഞ്ച് ആയിരിക്കണം വരേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ ആ ഫ്രൂട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അതും ഈ ലിഡും തമ്മിൽ എന്തായിരിക്കണം, 1/4 ഇഞ്ച് ഡിഫറൻസ് ഉണ്ടായിരിക്കണം. ഇൻ ദ കേസ് ഓഫ് ടൊമാറ്റോസ് ആൻഡ് പിക്കിൾസ് ഒക്കെ ആണെങ്കിൽ 1/2 ഇഞ്ച് ആയിരിക്കണം ഹെഡ് സ്പേസ് എന്ന് പറയുന്നത്. ഇനി ലോ ആസിഡ് ഫുഡ്സ് ആണെങ്കിൽ 1 to 1/4 ഇഞ്ച് ആയിരിക്കണം വരേണ്ടത്. ഓക്കെ, അതായത് 1 മുതൽ 1.25 വരെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കണം വരേണ്ടത്. ഓക്കെ, അപ്പോൾ അതായിരിക്കണം ലോ ആസിഡ് ഫുഡിന് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഓരോ ഫുഡിനും ഓരോ ഹെഡ് സ്പേസ് ആണ് വരുന്നത്. ഇൻ ദ കേസ് ഓഫ് ജെല്ലീസ് 1/4 ഇഞ്ച് ആണ് വരേണ്ടത്. ഇൻ ദ കേസ് ഓഫ് ടൊമാറ്റോസ്, പിക്കിൾസ്, അതുപോലെ ഫ്രൂട്ട്സിനും വരേണ്ടത് 1/2 ഇഞ്ച് ആണ് കേട്ടോ. ഫ്രൂട്ട്സ്, ടൊമാറ്റോസ്, പിക്കിൾസ് അതെല്ലാം 1/2 ഇഞ്ച് ആയിരിക്കണം. പിന്നെ ലോ ആസിഡ് ഫുഡ്സിന് 1 to 1.25 ഇഞ്ചസ് ഒക്കെ ആയിരിക്കണം വരേണ്ടത്. ഓക്കെ, അത്രയും ഇഞ്ചസ് ആണ് ഡിഫറൻസ് വരേണ്ടത്, അല്ലെങ്കിൽ ഹെഡ് സ്പേസ് വരേണ്ടത്. ഇനിയിപ്പോൾ ഹെഡ് സ്പേസ് ഭയങ്കര ചെറുതാണെങ്കിൽ, അതായത് നമ്മളെ ലിഡിനോട് ചേർന്ന് വരെ ഫുഡ് ഉണ്ടെങ്കിൽ എന്ത് പറ്റും, ഫുഡ് ബബിൾ ഔട്ട് ചെയ്യും. അതായത് പുറത്തേക്ക് തള്ളി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സീൽ ചെയ്യാൻ നന്നായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പം കാരണം ആ ലിഡിൻ്റെ ആ റിമ്മിലൊക്കെ ഇത് പറ്റിപ്പിടിച്ചൊക്കെ ഇരിക്കും. അപ്പം ടു ലിറ്റിൽ എന്ന് ഓർക്കണം. ഹെഡ് സ്പേസ് ടു ലിറ്റിൽ ആണെങ്കിലാണ് ഈ പ്രോബ്ലം വരിക. അതായത് ഹെഡ് സ്പേസ് വളരെ കുറവാണെങ്കിൽ ഫുഡ് ബബിൾ ഔട്ട് ഡ്യൂറിങ് പ്രോസസ്സിങ് ആൻഡ് പ്രോപ്പർ സീൽ മേ നോട്ട് ഒക്കേഴ്സ്. അതായത് ബബിൾ അപ്പ് ചെയ്യും പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത്, അതുകൊണ്ട് തന്നെ സീലിംഗ് പ്രോപ്പറായിട്ട് നടക്കില്ല. ഓക്കെ, ഇനി ടു മച്ച് ആണെങ്കിൽ, അതായത് ലിഡും ഫുഡും തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ, ഇവിടം വരെയൊക്കെ ഫുഡ് ഉള്ളൂ അല്ലെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ ഫുഡ് അല്ലെങ്കിൽ നമ്മളെ സ്റ്റഫ് അത്രേ ഉള്ളെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ്. അതായത് ഈ മുകളിലത്തെ പോർഷനില്ലേ, ആ പോർഷനിൽ ഡിസ്കളറേഷൻ സംഭവിക്കും. അതേപോലെ ഇവിടെയും പ്രോപ്പർ സീല് പ്രോപ്പറായിട്ട് നടക്കില്ല. ബിക്കോസ് നോട്ട് ഓൾ ദ എയർ മേ ബി ഫോഴ്സ്ഡ് ഫ്രം ദ ജാറിൽ ആ എയർ ടൈറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ പ്രോപ്പർ സീലിങ്ങും അവിടെ പ്രോപ്പർ ആവില്ല. അപ്പം ടു മച്ച് ആണെങ്കിൽ, അതായത് ഹെഡ് സ്പേസ് ഭയങ്കര കൂടുതലാണെങ്കിൽ ഫുഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ ജാർ ക്യാൻ ബിക്കം ഡിസ്കളർഡ് ആൻഡ് പ്രോപ്പർ സീൽ മേ നോട്ട് ഒക്കേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ 2 പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഹെഡ് സ്പേസ് ടു ലിറ്റിൽ ആണ്. ഹെഡ് സ്പേസ് ഭയങ്കര കുറവാണെങ്കിൽ ബബിൾ ഔട്ട് ചെയ്യും. ഹെഡ് സ്പേസ് ഭയങ്കര കൂടുതലാണെങ്കിൽ അവിടെ എന്തായിരിക്കും, ഡിസ്കളറേഷൻ സംഭവിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഹെഡ് സ്പേസ് എന്ന് പറയുന്നത്, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ക്യാനിങ് മെത്തേഡ്സ് എങ്ങനെയൊക്കെയാണ് നമുക്ക് ക്യാൻ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ക്യാനിങ് 2 രീതിയിൽ നമുക്ക് നടത്താം. ഒന്ന്, നമ്മൾ ബോയിലിംഗ് വാട്ടർ ബാത്ത് മെത്തേഡുണ്ട്. അതായത് തിളയ്ക്കുന്ന വെള്ളത്തിനകത്ത് ഇമ്മേഴ്സ് ചെയ്ത് വെച്ചിട്ട് നമുക്കതിനെ സ്റ്റെറിലൈസ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് പ്രഷർ ക്യാനർ മെത്തേഡും ഉണ്ട്. പ്രഷർ യൂസ് ചെയ്തിട്ട്, അതായത് പ്രഷർ കുക്കറിൽ വെച്ചിട്ട് ചെയ്യുന്ന പോലെ നമുക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ 2 രീതിയിൽ നമുക്ക് ക്യാനിങ് ചെയ്യാം. ബോയിലിംഗ് വാട്ടർ ബാത്ത് മെത്തേഡും ഉണ്ട്, പ്രഷർ ക്യാനർ മെത്തേഡും ഉണ്ട്. അപ്പോൾ 2 മെത്തേഡ് വഴിയാണ് ക്യാനിങ് നടത്തുന്നത്. അല്ല, ഫസ്റ്റ് വൺ ബോയിലിംഗ് വാട്ടർ ക്യാനിങ്. സോ ഇതെന്ന് പറയുന്നത് മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ബോയിലിംഗ് വാട്ടർ ക്യാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ആസിഡ് കണ്ടന്റ് ഫുഡ്. ഓർക്കുക, ഫുഡ് കണ്ടെയ്നിങ് ഹൈ ആസിഡ് കണ്ടന്റ് ഹൈ ആയിട്ടുള്ള ഫുഡ്സിൽ നമ്മൾ ചെയ്യുന്ന ഒരു ക്യാനിങ് മെത്തേഡാണ്. മോസ്റ്റ് കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു ക്യാനിങ് മെത്തേഡാണ് ബോയിലിംഗ് വാട്ടർ ക്യാനിങ്. ഈ അണ്ടർലൈൻ ചെയ്യുന്ന പോയിന്റ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ ദിസ് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് കൊമേഴ്ഷ്യൽ മെത്തേഡ് ഫോർ ക്യാനിങ് ഫോർ ഫുഡ് കണ്ടെയ്നിങ് ഹൈ ആസിഡ് കണ്ടന്റ്. ആൻഡ് ഈ ഒരു ക്യാനിങ് മെത്തേഡിന് ഷോർട്ടർ ടൈം മതി. ഇറ്റ് റിക്വയർസ് ഷോർട്ടർ ടൈം ആൻഡ് ലോവർ ടെമ്പറേച്ചർ ആയിരിക്കും ഫോർ പ്രോസസ്സിങ്. അപ്പോൾ ഈ 3 പോയിന്റുകൾ ഓർത്ത് വെച്ചോളൂ. ബോയിലിംഗ് വാട്ടർ ക്യാനിങ്ങിൽ
ഫുഡ് വിച്ച് കണ്ടെയ്ൻ ഹൈ ആസിഡ് കണ്ടന്റ്, അതാണ് നമ്മൾ എന്ത് ചെയ്യുക, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിന് ഷോർട്ടർ ടൈം മതി, ലോവർ ടെമ്പറേച്ചർ യൂസ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ക്യാനർ എടുക്കുന്നു. ഓക്കെ, ക്യാനർ എടുക്കുന്നു, അതിനകത്ത് നമ്മൾ ഹോട്ട് വാട്ടർ ഫില്ല് ചെയ്യും. ഓക്കെ, എന്നിട്ട് അത് ആ വാട്ടറിനകത്ത് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ നമ്മൾ ജാർ അതിനകത്ത് പ്ലേസ് ചെയ്യും. And the water should be simmer at 180 Fahrenheit. 180 degree Fahrenheit-ലായിരിക്കണം വാട്ടർ ആദ്യം സിം ചെയ്ത് വെക്കേണ്ടത് for raw or cooked packed jar. And the water should be heated to 140 degree Fahrenheit and the jar are placed on a rack. അതായത് ആദ്യം നമ്മൾ വാട്ടർ ഒന്ന് 180 ഡിഗ്രി ഫാരൻഹീറ്റിൽ വെച്ചിട്ട് ഹീറ്റ് ചെയ്യുക, എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ജാറ് പ്ലേസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അത് 140 ഡിഗ്രി ഫാരൻഹീറ്റിൽ നമ്മൾ അതിനെ നന്നായിട്ട് ഹീറ്റ് ചെയ്യുക, സിം ചെയ്ത് 140 ഡിഗ്രി ഫാരൻഹീറ്റിൽ ഹീറ്റ് ചെയ്യുക. ആൻഡ് സോ ദാറ്റ് ദേ ഡു നോട്ട് ടച്ച് ദ ബോട്ടം ഓഫ് ക്യാനർ. അതായത് ഒരു റാക്ക് വെച്ചിട്ട് ഇവിടെ ഇതിനുള്ളിൽ ഒരു റാക്ക് വെച്ചിട്ട് വേണം നമ്മൾ ഇതിനെ പ്ലേസ് ചെയ്ത് വെക്കാൻ. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ ക്യാൻ ചെയ്യുന്നത്. So, place 6 inch of water in the canner for hot packed jar and the water should be simmer at 180 degree Fahrenheit for raw or cooked packed jar. എന്നിട്ട് നമ്മൾ വാട്ടറിനെ ഹീറ്റ് ചെയ്യുന്നത് 140 ഡിഗ്രി ഫാരൻഹീറ്റിലാണ്. എന്നിട്ട് ജാറിനെ നമ്മൾ റാക്കിൽ പ്ലേസ് ചെയ്യും സോ ദാറ്റ് ദേ ഡു നോട്ട് ടച്ച് ദ ക്യാനർ, ബോട്ടം ഓഫ് ദ ക്യാനർ. ഇനി നമ്മളിങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്കിന് എന്ത് പറ്റും, വാട്ടർ ഒരു 1 to 2 inches മുകളിലോട്ട് പൊങ്ങി വരും. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ വി ക്യാൻ ആഡ് മോർ ഹോട്ട് ഓർ ബോയിലിംഗ് വാട്ടർ ആ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പ്രോസസ്സിങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ക്യാനറിനെ നമ്മൾ ടേൺ ഓഫ് ചെയ്യുക, എന്നിട്ട് ആ ജാറിനെ അവിടുന്ന് റിമൂവ് ചെയ്യുക. ഓക്കെ, ആൻഡ് റിമൂവ് ജാർ സ്ട്രെയിറ്റ് ഔട്ട് ഓഫ് ദ ക്യാനർ ആൻഡ് ലെറ്റ് ഇറ്റ് കൂൾ ഫോർ 12 to 24 hours. ആ ഒരു ടൈമിലേക്ക് അതിനെ കൂൾ ചെയ്യാൻ വെക്കുക, ഒരു 12 to 24 hours കൂൾ ചെയ്യാൻ വെക്കുക. എന്നിട്ട് സീലൊക്കെ പ്രോപ്പറായിട്ട് കവേർഡ് ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. ആൻഡ് റിങ്സ് എല്ലാം വെച്ചിട്ട് അത് റിമൂവ് ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നോക്കാം എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ വാട്ടർ എടുക്കുന്നു, 180 ഡിഗ്രി ഫാരൻഹീറ്റിൽ നമ്മൾ അതിനെ ഒന്ന് ഹീറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് ജാർ പ്ലേസ് ചെയ്യുന്നു, 140 ഡിഗ്രിയിൽ അത് ഹീറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ പ്രോസസ്സിങ് ടൈം കഴിയുമ്പോഴത്തേക്കിന് ആ ജാറിനെ പുറത്തേക്ക് എടുക്കുന്നു. എന്നിട്ട് അത് കൂൾ ചെയ്യാണ്, 12 to 24 hours കൂൾ ചെയ്യും. സീലിംഗ് ഒക്കെ പ്രോപ്പർ ആണോ എന്നുള്ള കാര്യം നോക്കും. ആൻഡ് ജാർസ് ആർ ദെൻ സ്റ്റോർഡ് ഇൻ എ കൂൾ ഡ്രൈ ഡാർക്ക് പ്ലേസ്. ഇത്തരം കാര്യങ്ങളാണ് ബോയിലിംഗ് വാട്ടർ മെത്തേഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ബോയിലിംഗ് വാട്ടർ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബിഗിനേഴ്സിന് പോലും ഈസി ആയിട്ട് ലേൺ ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് കൂടുതൽ നമ്മൾ ഫ്രൂട്ട്സിന് വേണ്ടിയും ഹൈ ആസിഡ് ഫുഡിനും അതേപോലെ പിക്കിൾഡ് ഫുഡിലും ഒക്കെയാണ് നമുക്ക് ഈ ഒരു മെത്തേഡ് വഴി ക്യാൻ ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഇൻഎക്സ്പെൻസീവ് ടു സ്റ്റാർട്ട്, ഇത് ചെയ്യാൻ അധികം എക്സ്പെൻസ് ഒന്നും വരുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോ ടെമ്പറേച്ചർ ആണല്ലോ കൊടുക്കുന്നത്, 140 ഡിഗ്രി ഫാരൻഹീറ്റ് ഒക്കെ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇറ്റ് ഡസ് നോട്ട് ഗെറ്റ് ഹൈ ഇനഫ് ടു എൻഷുർ ദ ഡിസ്ട്രക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം പ്രോപ്പറായി ഡിസ്ട്രോയിഡ് ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഇവിടെ ഹൈ ആസിഡ് ഫുഡ് ആയതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ലോ ടെമ്പറേച്ചർ കൊടുത്താലും വലിയ ഇഷ്യൂസ് വരില്ല. ഓക്കെ, ഇപ്പോൾ ഹൈ ഷുഗർ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്ര പ്രോബ്ലവും വരുന്നില്ല. അപ്പം അല്ല ഹൈ ഷുഗറോ ഹൈ ആസിഡ് ഫുഡോ ഒന്നും അല്ലായിരുന്നെങ്കിൽ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ചെയ്തു എന്നും പറഞ്ഞ് അവിടെ മൈക്രോബ്സിൻ്റെ ഡിസ്ട്രക്ഷൻ ഉണ്ടാവുന്നില്ല. അത് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അതാണ് ഒരേ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ അത്ര വലുതായിട്ടൊന്നും അല്ല കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ്, അതേപോലെ ലോങ്ങർ ടൈം പീരീഡ് ടു കംപ്ലീറ്റ് ക്യാനിങ് പ്രോസസ്സ്. കുറച്ച് ലോങ്ങർ ടൈമും എടുക്കാറുണ്ട്. അതായത് ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്തു വരാൻ കുറച്ച് ലോങ്ങർ ടൈം എടുക്കാറുണ്ട്. ഓക്കെ, അല്ലാതെ നമ്മൾ ജസ്റ്റ് ഈ ബോയിൽ ചെയ്ത് മാത്രം നോക്കുന്ന സമയമാണെങ്കിൽ അതൊരു ഷോർട്ടർ പീരീഡ് നമുക്ക് എടുക്കാൻ പറ്റും അല്ലേ. ആദ്യം നമ്മൾ പറഞ്ഞ പോലെ ഒരു ഷോർട്ടർ ടൈമിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ ഇറ്റ് ടേക്സ് എ ലോങ്ങർ ടൈം പീരീഡ് ടു കംപ്ലീറ്റ് ദ ഹോൾ ക്യാനിങ് പ്രോസസ്സ്. ഓക്കെ, ഇനി പ്രഷർ ക്യാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു മെത്തേഡാണ്. ഇവിടെ നമ്മൾ ഒരു പ്രഷർ കൊടുക്കുകയാണ്. നമ്മൾ പ്രഷർ കുക്കറിൽ കൊടുക്കുന്ന പോലെ തന്നെ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യാറുണ്ട്. ആൻഡ് ഇവിടെ ഹൈ ടെമ്പറേച്ചേഴ്സ് തന്നെയാണ് കൊടുക്കുക. 240 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ ടെമ്പറേച്ചർ നമ്മൾ കൊടുക്കാറുണ്ട്. ഓക്കെ, ഫുഡ് ആർ എക്സ്പോസ് ടു 240 ഡിഗ്രി ഫാരൻഹീറ്റ്. ഓക്കെ, അപ്പോൾ ഫുഡ് ബോൺ ബാക്ടീരിയനെയൊക്കെ അങ്ങനെ നമുക്ക് നന്നായിട്ട് കില്ല് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു പ്രഷർ ക്യാനിങ് ചെയ്യുന്നത് മെയിനായിട്ടും ലോ ആസിഡ് ഫുഡ്സിലാണ് നമ്മൾ പ്രഷർ ക്യാനിങ് ചെയ്യുന്നത്. ലൈക്ക് വെജിറ്റബിൾസ്, മീറ്റ്സ്, പൗൾട്രി, സീ ഫുഡ്, ഇതൊക്കെ നമ്മൾ ഈ ഒരു മെത്തേഡ് വഴിയാണ്
എന്ത് ചെയ്യുക, ക്യാൻ ചെയ്യുക. പ്രഷർ ക്യാനിങ് ആണ് അവിടെ നമ്മൾ ചെയ്യുക. അപ്പോൾ ഹൈ ആസിഡ് ഫുഡ്സിനാണ് നമ്മൾ ബോയിലിംഗ് വാട്ടർ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. വേറെ ലോ ആസിഡ് ഫുഡ്സിന് നമ്മൾ പ്രഷർ ക്യാനിങ് ആണ് യൂസ് ചെയ്യുക. സോ ലോ ആസിഡ് ഫുഡ്സ് സച്ച് ആസ് വെജിറ്റബിൾസ്, മീറ്റ്, പൗൾട്രി ആൻഡ് സീ ഫുഡ് ആർ ക്യാൻ ബൈ ദിസ് മെത്തേഡ്. സോ അത് ഫ്രഷ് ആയിട്ടും സേഫ് ആക്കിയും വെക്കാൻ ഈ പ്രഷർ ക്യാനിങ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതേപോലെ നമുക്ക് ചില സമയത്ത് നമ്മൾ ഹൈ ആസിഡ് ആൻഡ് ലോ ആസിഡ് ഫുഡ്സിനെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺസേർവ് ചെയ്യാൻ പറ്റും ബൈ യൂസിങ് ദിസ് പ്രഷർ ക്യാനിങ്. ഓക്കെ, ഇനി ഇവിടെ അതായത് ഈ പ്രഷർ ക്യാനിങ്ങിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസ്ട്രീഡിയം ബോട്ടുലിനോ ഇല്ലേ, അതിനെ നമുക്ക് കില്ല് ചെയ്യാൻ പറ്റും. പ്രഷർ ക്യാനിങ്ങിൽ വെച്ചിട്ട് ആ മൈക്രോ ഓർഗാനിസത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കില്ല് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൽ ബോയിലിംഗ് ചെയ്താലും ബോയിലിംഗ് ടെമ്പറേച്ചറിലും ഈ മൈക്രോബ്സ് കില്ല് ചെയ്യും. ബട്ട് ദ സ്പോർട്സിന് എന്ത് ചെയ്യാൻ പറ്റും, ആൻഡ് സ്പോർട്സ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ദീസ് ടെമ്പറേച്ചർ. അതായത് നമ്മൾ ബോയിലിംഗ് വാട്ടർ മെത്തേഡിൽ വരുന്ന ആ ടെമ്പറേച്ചറില്ലേ, അതിന് സ്പോർട്സിന് എന്ത് ചെയ്യാൻ പറ്റും, വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അപ്പം സ്പോർ ഫോമിങ് മൈക്രോ ഓർഗാനിസം ക്ലോസ്ട്രീഡിയം ബോട്ടുലിനത്തിനെ നമുക്ക് ആ ബോയിലിംഗ് ടെമ്പറേച്ചറിനെ എന്ത് ചെയ്യാൻ പറ്റും, കില്ല് ചെയ്യാൻ പറ്റും. ബട്ട് ദ സ്പോർസ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ദീസ് ടെമ്പറേച്ചർ. സ്പോർട്സിന് ആ ഒരു ടെമ്പറേച്ചറെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അപ്പം ലോ ആസിഡ് ഫുഡ് ആണെങ്കിൽ സ്പോർസ് എന്ത് ചെയ്യും, വിൽ ജെർമിനേറ്റ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ. എയറിൻ്റെ ആബ്സെൻസിൽ ലോ ആസിഡ് ഫുഡ്സിൽ ഈ സ്പോറ് ജെർമിനേറ്റ് ചെയ്യുകയും ആൻഡ് ദേ ക്യാൻ ഫോം ദ ടോക്സിൻ ബോട്ടുലിനം ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് ലോ ആസിഡ് ഫുഡിലാണ് ആ സ്പോർട്സ് കിടക്കുന്നതെങ്കിൽ എന്ത് പറ്റും, ദേ ക്യാൻ ജെർമിനേറ്റ്. അവർക്ക് ജെർമിനേറ്റ് ചെയ്തിട്ട് അവർക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാം, ബോട്ടുലിൻ ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ ടോക്സിൻസിനെ അല്ലെങ്കിൽ ആ സ്പോർട്സിനെ നമുക്ക് ഈ പ്രഷർ മെത്തേഡ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. ബോയിലിംഗ് വാട്ടർ മെത്തേഡിന് സ്പോർട്സിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് ഹൈ ആസിഡ് ഫുഡ് ആയതുകൊണ്ട് തന്നെ എന്ത് പറ്റും, ആ സ്പോർട്സ് അങ്ങനെ ഈസി ആയിട്ട് ജെർമിനേറ്റ് ചെയ്യില്ല. പക്ഷേ ഇറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് ലോ ആസിഡ് ഫുഡ്, നമ്മൾ ബോയിലിംഗ് വാട്ടർ മെത്തേഡ് വെച്ചിട്ടാണ് ക്യാൻ ചെയ്തതെങ്കിൽ ഈ സ്പോർട്സിന് നന്നായിട്ട് ഗ്രോ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ജെർമിനേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അവർ ആ ടോക്സിൻസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ബട്ട് നമ്മൾ അതുകൊണ്ടാണ് ഈ ലോ ആസിഡ് ഫുഡ്സിനെ നമ്മൾ കുറച്ചും കൂടെ സ്റ്റെറിലൈസ് ചെയ്യേണ്ടതാണ് ഈ ലോ ആസിഡ് ഫുഡ്. അപ്പോൾ അങ്ങനെയുള്ളതിനെ നമ്മൾ പ്രഷർ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രഷർ മെത്തേഡ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും, ഈ സ്പോർട്സും ഡിസ്ട്രോയ് ചെയ്യപ്പെടും. Okay, so the spores can only be destroyed by pressure cooking method at a temperature of 240 degree Fahrenheit or above. അതൊരു പർട്ടിക്കുലർ ടൈമിലേക്ക് നമ്മൾ പ്രഷർ ചേർത്ത് ടെമ്പറേച്ചർ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സ്പോർട്സിനെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ചോണം. ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം സ്പോർട്സിൻ്റെ കാര്യം ഓർത്ത് വെച്ചേക്കണം. അതായത് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനത്തിന് നമുക്ക് ബോയിലിംഗ് ടെമ്പറേച്ചറിൽ ആ മൈക്രോബിനെ നമുക്ക് കില്ല് ചെയ്യാം. പക്ഷെ അതിൻ്റെ സ്പോർട്സ് എന്ത് ചെയ്യത്തില്ല, നശിച്ച് പോത്തില്ല. അപ്പം ഹൈ ആസിഡ് ഫുഡ്സ് ആണെങ്കിൽ അവർ ജെർമിനേറ്റ് ചെയ്യില്ല, ഗ്രോ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഹൈ ആസിഡ് ഫുഡ് ആണല്ലോ. പക്ഷെ ഇൻ ദ കേസ് ഓഫ് ലോ ആസിഡ് ഫുഡ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ജെർമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഹൈ ആസിഡ് ഫുഡിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞത്. ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം സ്പോർട്സിന് ഹൈ ആസിഡ് കണ്ടന്റിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് ജെർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു pH ഓഫ് 4.6 അല്ലെങ്കിൽ അതിനേക്കാളും ലോ ആയിട്ടുള്ള pH അല്ലെങ്കിൽ അത്രയും ആസിഡിക് കണ്ടന്റ് ഉണ്ടെങ്കിൽ ദേ കനോട്ട് സർവൈവ് അല്ലെങ്കിൽ ദേ കനോട്ട് ജെർമിനേറ്റ്. അപ്പോൾ ഇങ്ങനത്തെ ഫുഡിന് നമുക്ക് ബോയിലിംഗ് വാട്ടർ ബാത്ത് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റെറിലൈസ് ചെയ്യാം അല്ലെങ്കിൽ ക്യാൻ ചെയ്യാം. പക്ഷേ ലോ ആസിഡ് ഫുഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ പ്രഷർ കുക്കിംഗ് അല്ലെങ്കിൽ പ്രഷർ മെത്തേഡ് തന്നെ യൂസ് ചെയ്യണം. ഓക്കെ, ആൻഡ് ചില ഫുഡ് സ്റ്റഫ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 4.6 ആ കറക്റ്റ് അതിന് അടുത്തായിട്ട് വാല്യൂ വരികയാണ്. അതായത് അതിന് താഴെയല്ല അതുമല്ല അതിൻ്റെ അടുത്തായിട്ടൊരു വാല്യൂ വരികയാണെങ്കിൽ അവർ കുറച്ച് ആസിഡിക് കണ്ടന്റ് ഉണ്ടല്ലോ, എന്നാലും നമ്മൾ അവരെ കുറച്ചും കൂടെ ആസിഡ്സ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരെ എന്ത് ചെയ്യാം, ബോയിലിംഗ് വാട്ടർ ബാത്ത് മെത്തേഡ് വെച്ചിട്ട് തന്നെ ക്യാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മൾ ആഡ് ചെയ്യുന്ന ആസിഡ് എന്ന് പറയുന്നത് മിക്കതും ലൈം ജ്യൂസ് അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ആയിരിക്കും നമ്മൾ ആസിഡായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു പോയിന്റ് ഓർത്തോളൂ. അപ്പോൾ ഇവിടെ നമ്മൾ പ്രഷർ കുക്കിംഗ് മെത്തേഡ് അല്ലെങ്കിൽ പ്രഷർ മെത്തേഡ് എന്ന് പറയുമ്പം അവിടെ നമ്മൾ ഹൈ ടെമ്പറേച്ചർ ആണ് കൊടുക്കുന്നത്. സോ ദാറ്റ് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനത്തിൻ്റെ സ്പോർ വരെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്ട്രോയ് ചെയ്യാം. ആൻഡ് ഇത് കൂടുതലും ലോ ആസിഡ് ഫുഡ്സിലാണ് നമ്മൾ ചെയ്യുക. ഹൈ ആസിഡ് ഫുഡ്സിനെയാണ് നമ്മൾ വാട്ടർ ബാത്ത് വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ അവരുടെ കാര്യത്തിൽ
ഈ ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം നശിക്കും, ബട്ട് സ്പോർ അവിടെ കിടക്കുമായിരിക്കും അല്ലേ. പക്ഷേ ഈ ഒരു ഹൈ ആസിഡ് കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ സ്പോർട്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ജെർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് അവിടെ അത് ജെർമിനേഷൻ നടക്കുന്നില്ല, അതുകൊണ്ട് സേഫ് ആണ്. അപ്പം ഹൈ ആസിഡ് ഫുഡ് ആണെങ്കിൽ അത് നമ്മൾ ബോയിലിംഗ് വാട്ടർ ബാത്ത് വെച്ച് ചെയ്താലും സേഫ് ആണ്. ഇനി 4.6 അടുത്തായിട്ട് ഏകദേശം ഒരു 4.7 ആ ഒരു അല്ലെങ്കിൽ 4.8 5 ഒക്കെ വാല്യൂ വരുവാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ആസിഡ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ pH കുറച്ചും കൂടെ ഒന്ന് ലോ ചെയ്യാൻ നോക്കും. ഇവിടെ ആസിഡായിട്ട് ആഡ് ചെയ്യുന്നത് ലെമൺ ജ്യൂസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഡിഫറെൻറ്റ് മെത്തേഡ്സിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആ പ്രഷർ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പം നമ്മൾ അതിൻ്റെ രണ്ടിൻ്റെ കമ്പാരിസൺ ആണ് പറഞ്ഞത്. ഇനി എങ്ങനെ നമുക്ക് പ്രഷർ മെത്തേഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ക്യാനറിലേക്ക് നമ്മൾ വാട്ടർ സിം ചെയ്ത് വെച്ചിട്ട് വാട്ടർ ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്യാനറിലേക്ക് നമ്മൾ ആ ഒരു ലിഡൊക്കെ ഇട്ടിട്ട് നമ്മൾ ആ ക്യാനറിൽ വെയിറ്റ് ഓഫ് ചെയ്യണം. എന്നിട്ട് അതിൽ ആ സ്റ്റീം പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യാൻ നോക്കണം. അതായത് പ്രഷർ കുക്കറിൽ പോകുന്ന പോലെ ഒരു 10 minutes പോകണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മളത് ക്ലോസ് ചെയ്യേണ്ടത്. എന്നിട്ട് കറക്റ്റ് പ്രഷർ, അതായത് നമുക്ക് വേണ്ട പ്രഷർ എത്തുന്നത് വരെ അത് കറക്റ്റ് ലെവലിലേക്ക് എത്തിക്കുക. പ്രഷർ കറക്റ്റ് മാർക്കിലാക്കി കഴിഞ്ഞിട്ട് വേണം നമ്മൾ ക്യാനിങ് സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, ആൻഡ് ടേൺ ഓഫ് ദ ഹീറ്റ് അറ്റ് എൻഡ് ഓഫ് ദ പ്രോസസ് കഴിയുമ്പോഴത്തേക്കിന് ഹീറ്റ് ടേൺ ഓഫ് ചെയ്യുക. എന്നിട്ട് ആ പ്രഷർ കംപ്ലീറ്റ്ലി 0 ആവുന്നത് വരെ നോക്കുക. 0 ആയി കഴിഞ്ഞിട്ട് മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, ലിഡ് ഓപ്പൺ ചെയ്യാവുള്ളൂ. ഓക്കെ, അപ്പോൾ 0 ആയി കഴിഞ്ഞ ഒരു 2 minutes കഴിഞ്ഞിട്ട് നമ്മൾ ആ വെയിറ്റ് അല്ലെങ്കിൽ പെൻകോക്ക് മാറ്റിയിട്ട് ഒരു 10 minutes ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് ക്യാനർ ഓപ്പൺ ചെയ്തിട്ട് ജാർസിനെ എല്ലാം റിമൂവ് ചെയ്യുക. 12 to 24 hours നമ്മൾ അതിനെ കൂൾ ചെയ്യാൻ വെക്കും. എന്നിട്ട് പ്രോപ്പറായിട്ട് സീൽഡ് ആണോ എന്നുള്ളത് നോക്കുക. അത് സാധാരണ നമ്മൾ മറ്റേ മെത്തേഡിൽ ചെയ്യുന്ന പോലെ നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ പ്രഷർ കൊടുക്കുന്ന സമയത്ത്, പ്രഷർ ഹൈ ആയിട്ട് കൊടുക്കുന്ന സമയത്ത് അത്രത്തോളം ടെമ്പറേച്ചർ കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, വാട്ടർ ബോയിൽ ചെയ്യുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഹൈ ടെമ്പറേച്ചർ കൊടുക്കുന്നത്. സോ അങ്ങനെ വരുന്ന സമയത്ത് മൈക്രോബ്സും സ്പോർസും എല്ലാം നശിച്ച് പൊക്കോളും. ഓക്കെ, സോ ഇനി അഡ്വാൻറ്റേജ് ഓഫ് ദിസ് മെത്തേഡ്, അതായത് പ്രഷർ ക്യാനിങ് മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോ ആസിഡ് ഫുഡ് ലൈക്ക് വെജിറ്റബിൾസിൻ്റെ ഒക്കെ പ്രിസർവേഷനും അല്ലെങ്കിൽ ക്യാനിങ്ങിന് നമുക്ക് ഈ ഒരു മെത്തേഡ് ബെസ്റ്റ് സ്യൂട്ടബിൾ ആണ്. ആൻഡ് ഇവിടെ ഫുഡ് ഹൈ ടെമ്പറേച്ചറിൽ എത്തുന്നുണ്ടല്ലേ. ആൻഡ് പ്രോസസ്സിങ് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് ആ കംപ്ലീറ്റ്ലി പ്രോസസ്സിങ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഈ പ്രഷർ വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്ത് കിട്ടും. ഇനി ഡിസഡ്വാൻറ്റേജ് ഓഫ് പ്രഷർ ക്യാനിങ് എന്ന് പറയുന്നത് ഇവിടെ സ്റ്റാർട്ടപ്പ് കോസ്റ്റ്, അതായത് ഇത് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് ഹയർ ആണ് കമ്പയർ ടു ബോയിലിംഗ് വാട്ടർ മെത്തേഡ്. ആൻഡ് ഇവിടെ ഒരു പ്രഷർ കുക്കർ തന്നെ നമുക്ക് ആവശ്യമായിട്ട് വരും. ആൻഡ് ഇവിടെ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, പ്രഷർ ഉള്ളത് കൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് 0 ആവാതെ തുറന്നാലോ അങ്ങനത്തെ കാര്യങ്ങൾ, അതായത് പ്രഷർ ലീക്കേജ് ഒക്കെ വരുമ്പോൾ അത് ഡേഞ്ചറസ് ആണ്. അപ്പോൾ പ്രോപ്പറായിട്ട് പ്രഷർ മോണിറ്റർ ചെയ്യണം. എക്സീഡ് ചെയ്ത് പോകരുത്, പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് റിലീസ് ആയി കഴിഞ്ഞാൽ മാത്രമേ അത് ഓപ്പൺ ചെയ്യാവുള്ളൂ. സോ അങ്ങനത്തെ കെയർ എല്ലാം നമ്മൾ എടുക്കേണ്ടി വരും. അതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. Okay, and some soft fruits can be damaged by high heat. High heat il chala soft fruits ne endu cheyum, damage aayittu maarum. So these are the disadvantages of pressure canning. Okay, ഇനി നമുക്ക് ക്യാനിങ് ടൈം ആൻഡ് ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തൊക്കെ ഫാക്ടേഴ്സിനെയാണ് നോക്കാം. നമ്മൾ പറഞ്ഞു ഓരോ ഫുഡ് സ്റ്റഫും ഓരോ പ്രോസസ്സേഴ്സും അനുസരിച്ചായിരിക്കും ഈ ക്യാനിങ് ടൈമും ടെമ്പറേച്ചറും വേരി ചെയ്യുന്നത്. ഒന്ന്, നമ്മൾ എടുക്കുന്ന ഫുഡിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റിനെ അത് ഡിപ്പെൻഡ് ചെയ്യും. 2, സൈസ് ഓഫ് പീസ്, നമ്മൾ അതിനുള്ളിൽ നിറച്ചിരിക്കുന്ന ഫുഡ് സ്റ്റഫിൻ്റെ സൈസിനെ അത് ഡിപ്പെൻഡ് ചെയ്യും. അതേപോലെ ഫുൾനെസ് ഓഫ് ദി പാക്കിൻ്റെ ഫുൾനെസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ കണ്ടെയ്നർ സൈസ് ആൻഡ് മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇനിഷ്യൽ ടെമ്പറേച്ചർ ഓഫ് ദ ഫുഡിൻ്റെ ഇനിഷ്യൽ ടെമ്പറേച്ചർ, അതേപോലെ ഹീറ്റ് റെസിസ്റ്റൻറ്റ് ഓഫ് ദ മൈക്രോബ്, അതിനകത്തുള്ള മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഹീറ്റ് റെസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ എൻസൈമിൻ്റെ ഹീറ്റ് റെസിസ്റ്റൻറ്റ്, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും ക്യാനിങ് ടൈമും ടെമ്പറേച്ചറും. So the physical state of the food, size of the piece, fullness of the pack, container size and material, initial temperature of the food, the heat resistance of the microorganism or enzyme likely to be present in the food. ഇത്രയും കാര്യങ്ങളാണ് ക്യാനിങ് ടൈം ആൻഡ് ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കുന്നത്. ആ ടേംസ് എല്ലാം ഒന്ന് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു നിങ്ങൾ ഓൾറെഡി പഠിച്ചതിനകത്ത് കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് ആഡഡ് ആയിട്ടുള്ളൂ. അതായത് എന്താണ് ക്യാനിങ് എന്നുള്ളതും ആരാണ് ഡിസ്കവർ ചെയ്തത്, ഏതൊക്കെ ടൈപ്പ് ക്യാനിങ് മെറ്റീരിയൽ ഉണ്ട്, ക്യാനിങ് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു, പിന്നെ ക്യാനിങ് മെത്തേഡ്സ് പഠിച്ചു അല്ലേ. 2 ടൈപ്പ് ക്യാനിങ് മെത്തേഡ്സ് ഉണ്ട്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ്
ഡിസഡ്വാൻറ്റേജസ് നോക്കി, ആൻഡ് ക്യാനിങ് ടൈം ആൻഡ് ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏതൊക്കെ ഫാക്ടേഴ്സിനെയാണെന്നും നോക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ വരുന്നത്. അപ്പോൾ ഇന്ന് പഠിച്ചതിനെ ബേസ് ചെയ്ത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്യാം. ഹലോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ക്യാനിങ്? ക്യാനിങ്ങിൻ്റെ ഫാദർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇതിൽ ആരെയാണ്? ലൂയി പാസ്റ്റർ, നിക്കോളാസ് അപ്പർട്ട്, റോബർട്ട് കോച്ച്, എഡ്വേർഡ് ജെന്നർ. ആരാണ് ഫാദർ ഓഫ് ക്യാനിങ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് നിക്കോളാസ് അപ്പർട്ട്. നിക്കോളാസ് അപ്പർട്ട് ആണ് ഫാദർ ഓഫ് ക്യാനിങ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് സീലിംഗ് ഫുഡ് ഇൻ കണ്ടെയ്നേഴ്സ് ആൻഡ് സ്റ്റെറിലൈസിങ് ദം ബൈ ഹീറ്റ് ഈസ് കോൾഡ് ഡാഷ്. അപ്പോൾ ഫുഡിനെ നമ്മൾ സീൽ ചെയ്ത് കണ്ടെയ്നേഴ്സിൽ സീൽ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്? പാസ്ചറൈസേഷൻ, ഫ്രീസിങ്, ക്യാനിങ്, ഡീഹൈഡ്രേഷൻ. എന്താണ്? ഇറ്റ് ഈസ് ക്യാനിങ്. ക്യാനിങ് എന്നാണ് അതിനെ കൊടുക്കുന്ന ടേം. ദ മെയിൻ പ്രിൻസിപ്പിൾ ഇൻ ക്യാനിങ് ടു പ്രിവെൻറ്റ് റീഇൻഫെക്ഷൻ ഇസ് ഡാഷ്. റീഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, ക്യാനിങ്ങിൽ നമ്മൾ റീഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? യൂസ് ഓഫ് സോൾട്ട്, സീലിംഗ് കണ്ടെയ്നേഴ്സ് ഹെർമെറ്റിക്കലി, ആഡിങ് അഡിക്റ്റീവ്സ്, പ്രിസർവേറ്റീവ്സ്, കൂളിംഗ് റാപ്പിഡ്ലി. എങ്ങനെയാണ് നമ്മൾ റീഇൻഫെക്ഷനെ അവോയ്ഡ് ചെയ്യുന്നത്? ബൈ സീലിംഗ് ദ കണ്ടെയ്നർ ഹെർമെറ്റിക്കലി. ഹെർമെറ്റിക്കലി നമ്മൾ കണ്ടെയ്നേഴ്സിനെ സീൽ ചെയ്യുന്നത് വഴിയാണ് നമ്മൾ റീഇൻഫെക്ഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നത്. The shelf life of canned food typically ranges from 6 months to 1 year, 1 to 5 years, 2 to 10 days, 10 to 20 years. ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു ഡ്യൂറേഷൻ എത്രയാണ്? ഇറ്റ് ഇസ് 1 to 5 years ഒക്കെ വരെ നമുക്ക് സ്റ്റോർ ചെയ്യാം. അതിൽ കൂടുതൽ നമുക്ക് പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ പറ്റും. Which of the following vitamins are most affected during the canning process? Canning processൽ മോസ്റ്റ് അഫക്റ്റഡ് ആയിട്ടുള്ളത് ഇതിൽ ഏതൊക്കെയാണ്? വൈറ്റമിൻ ഡി ആൻഡ് ഇ, എ ആൻഡ് സി, കെ ആൻഡ് B12, B6 ആൻഡ് B12. ഏതാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യപ്പെടുന്നത്? എ ആൻഡ് സി ആണ്. എ ആൻഡ് സി ആണ് മോസ്റ്റ് അഫക്റ്റഡ് ആയിട്ട് വരുന്നത്. വിച്ച് ഇസ് നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് ഗുഡ് ക്യാനിങ് കണ്ടെയ്നർ? ഗുഡ് ക്യാനിങ് കണ്ടെയ്നറിൻ്റെ പ്രോപ്പർട്ടി അല്ലാത്തത്. നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് ഗുഡ് ക്യാനിങ് കണ്ടെയ്നേഴ്സ്. ഷുഡ് അലോ എയർ ഫ്ലോ, ഹെർമെറ്റിക്കലി സീലബിൾ, റെസിസ്റ്റൻറ്റ് ടു ലിക്വിഡ് ആൻഡ് ഗ്യാസ്, മെയിൻറ്റെയിൻ ബയോളജിക്കൽ സ്റ്റെബിലിറ്റി. ഒരു പ്രോപ്പർട്ടി അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ഷുഡ് അലോ എയർ ഫ്ലോ. എയർ ഫ്ലോ അലോ ചെയ്യരുത്, ആക്ച്വലി ചെയ്യുമോ? ഇല്ല. അപ്പോൾ അത് നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് ഗുഡ് ക്യാനിങ് മെറ്റീരിയൽ. Which material is not commonly used in making of food can? Not commonly used in the making of food can. Food can in the making നമ്മൾ യൂസ് ചെയ്യാത്ത മെറ്റീരിയൽ. ടിൻ പ്ലേറ്റ്, ടിൻ ഫ്രീ സ്റ്റീൽ, നിക്കൽ പ്ലേറ്റഡ് സ്റ്റീൽ, കോപ്പർ. കോപ്പർ നമ്മൾ യൂസ് ചെയ്യാറില്ല. Which method is best suitable for low acid food like vegetables and meat? വെജിറ്റബിൾസിനും മീറ്റിനും, അതായത് ലോ ആസിഡ് ഫുഡ്സിനും ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഏതാണ്? ബോയിലിംഗ് വാട്ടർ ബാത്ത് മെത്തേഡ്, ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ, പ്രഷർ ക്യാനിങ് മെത്തേഡ്, വാക്യൂം സീലിംഗ്. ഇതിലേതാണ് ലോ ആസിഡ് ഫുഡ്സിന് നമ്മൾ ചെയ്യുന്നത്? പ്രഷർ ക്യാനിങ് മെത്തേഡാണ്. പ്രഷർ ക്യാനിങ് മെത്തേഡാണ് ലോ ആസിഡ് ഫുഡ്സിൽ നമ്മൾ ചെയ്യുന്നത്. Clostridium botulinum spores can only be destroyed at 180 degree Fahrenheit, 212 degree Fahrenheit, 240 degree Fahrenheit, 100 degree Fahrenheit. എത്രയാണ് നമുക്ക് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം സ്പോർസിനെ കില്ല് ചെയ്യാൻ പറ്റുക? ഇത് 240 ഡിഗ്രി ഫാരൻഹീറ്റ്. 240 ഡിഗ്രി ഫാരൻഹീറ്റിലാണ് നമുക്കതിനെ കില്ല് ചെയ്യാൻ പറ്റുന്നത്. Which of the following is an advantage of boiling water canning? ബോയിലിംഗ് വാട്ടർ കാനിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഈ തന്നിരിക്കുന്നതിൽ ഏതാണ്? Suitable for all foods type, high equipment cost, easy for beginners, high pressure maintenance. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതാണ്. ഇറ്റ് ഈസ് ഈസി ഫോർ ബിഗിനേഴ്സ്. അത് ബിഗിനേഴ്സിന് തന്നെ യൂസ് ചെയ്യാൻ എളുപ്പമാണ്. നെക്സ്റ്റ് വൺ, വിച്ച് കണ്ടീഷൻ പ്രിവെൻറ്റ്സ് ദ ഗ്രോത്ത് ഓഫ് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം സ്പോർസ്? ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം സ്പോർസിൻ്റെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന കണ്ടീഷൻ ഈ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഹൈ പ്രോട്ടീൻ, ലോ ടെമ്പറേച്ചർ, ഹൈ അസിഡിറ്റി, ഹൈ ഷുഗർ. ഏത് കണ്ടീഷനാണ് ഗ്രോത്ത് ഓഫ് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം സ്പോർസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത്? ഹൈ പ്രോട്ടീൻ ആണോ, ലോ ടെമ്പറേച്ചർ ആണോ, ഹൈ അസിഡിറ്റി ആണോ, ഹൈ ഷുഗർ ആണോ? ഇറ്റ് ഈസ് ഹൈ അസിഡിറ്റി കണ്ടീഷനാണ് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനത്തിൻ്റെ സ്പോർസിൻ്റെ ജെർമിനേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നത്. Why is the term for the space between the food and the lid in a canning jar? ഒരു കാനിങ് ജാറിൽ ഫുഡിനും അതിൻ്റെ ലിഡിനും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള സ്പേസിനെ എന്ത് പേരാണ് പറയുക? ബഫർ സോൺ, സീലിംഗ് ഗ്യാപ്പ്, ഹെഡ് സ്പേസ്, എയർ കുഷൻ. ഇറ്റ് ഈസ് ഹെഡ് സ്പേസ്. അതിനെയാണ് നമ്മൾ ഹെഡ് സ്പേസ് എന്ന് വിളിക്കുന്നത്.
ഇഫ് ദ ഹെഡ് സ്പേസ് ഇസ് ടു ലിറ്റിൽ വാട്ട് മൈറ്റ് ഹാപ്പൻ? ഹെഡ് സ്പേസ് ഭയങ്കര ചെറുതാണെങ്കിൽ, കുറവാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ഫുഡ് ഡിസ്കളേഴ്സ്, ജാർ ക്രാക്ക്, ഫുഡ് ബബിൾസ് ഔട്ട്, സീൽ ഫെയിൽസ്, ജാർസ് ഇംപ്ലോഡ്. ഇതിലെന്താണ് സംഭവിക്കുക? ഫുഡ് ബബിൾസ് ഔട്ട്, പെട്ടെന്ന് പുറത്തേക്ക് വരും. അതേപോലെ സീൽ ചെയ്യാൻ പറ്റാതാവും. ഓക്കെ. വിച്ച് മെത്തേഡ് റിക്വയർസ് ദ ഫുഡ് ടു ബി കുക്ക്ഡ് ബിഫോർ പാക്കിംഗ് ഇൻ ജാർ? ജാറിലേക്ക് പാക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫുഡിനെ കുക്ക് ചെയ്യുന്ന മെത്തേഡ് ഇതിലേതാണ്? റോ പാക്ക്, കോൾഡ് പാക്ക്, ഹോട്ട് പാക്ക്, സ്റ്റീം പാക്ക്. ഇറ്റ് ഈസ് ഹോട്ട് പാക്ക് ആണല്ലേ. കുക്ക് ചെയ്തിട്ട് നമ്മൾ സ്റ്റീൽ ചെയ്യുന്നതാണ് ഹോട്ട് പാക്ക്. റോ പാക്ക് ആണെങ്കിൽ അതിനുള്ളിൽ വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? വെള്ളമൊഴിച്ച് കുക്ക് ചെയ്യും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡിസഡ്വാൻറ്റേജ് ഓഫ് പ്രഷർ കാനിങ്? പ്രഷർ കാനിങ്ങിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ഇതിലേതാണ്? കനോട്ട് ബി യൂസ്ഡ് ഫോർ ലോ ആസിഡ് ഫുഡ്, ഹൈ ഇനിഷ്യൽ കോസ്റ്റ് ആൻഡ് സേഫ്റ്റി കൺസേൺ, ലോങ് പ്രോസസ്സിംഗ് ടൈം, ഡസ് നോട്ട് ഡിസ്ട്രോയ് സ്പോസ്. ഡിസഡ്വാൻറ്റേജ് ഏതാണ്? ഇറ്റ് ഈസ് ഹൈ ഇനിഷ്യൽ കോസ്റ്റ് ആൻഡ് സേഫ്റ്റി കൺസേൺ ആണ് ഒരു ഡിസഡ്വാൻറ്റേജ് ഓഫ് പ്രഷർ കാനിങ്. The pH level of which food are considered high acid and safe for boiling water canning? ഏത് pH level ആണ്? pH level at which food are considered high acid? High acid ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇതിൽ ഏത് pH level ആണ്? Above 6, 7, below 4.6, below 6. below 3. It is below 4.6 മുതലേ നമ്മൾ high acid food ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ below 4.6. Which factor does not influence canning time and temperature? Canning time and temperature influence ചെയ്യാത്ത ഒരു ഫാക്ടർ ഇതിലേതാണ്? Size of the food piece, initial temperature of the food, brand of container, heat resistance of microorganism. This is the brand of containers. അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസിങ് ഫാക്ടർ അല്ല. ഇനി നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ, ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് പ്രോസസ് ഓഫ് കാനിങ്. കാനിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. Canning involves sealing food in containers and sterilizing by freezing. ആണോ? അല്ലല്ലേ, ഫ്രീസ് ചെയ്യാറില്ല. The main principle of canning is to demolish microorganism using heat. അത് കറക്റ്റ് ആണ്. Canning prevent reinfection through airtight sealing. അതും കറക്റ്റ് ആണ്. It decreases the shelf life of food product. അത് തെറ്റാണ് അല്ലേ. ഇതിൽ ശരിയായിട്ടുള്ളത് 2 and 3. Find out the statement or statement that are not true about the historical background of canning. Not true ആണ്, അതായത് false ആയിട്ടുള്ളത്. The process of canning was invented in 21st century. അത് തെറ്റാണ് അല്ലേ. Nicholas Appert is considered the father of canning. കറക്റ്റ് ആണ്. Appert invention laid the foundation of modern canning. കറക്റ്റ് ആണ്. Canning is also known as appertizing in respect to inventor. അതും കറക്റ്റ് ആണ്. അപ്പോൾ ഇതിൽ 2, 3, 4 ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. നോട്ട് ട്രൂ ആയിട്ടുള്ളത് 1. ഒന്നാമത്തതാണ് തെറ്റായിട്ടുള്ളത്. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് ദ ന്യൂട്രീഷണൽ വാല്യൂ ഓഫ് ക്യാൻഡ് ഫുഡ്. Canning retain 100% of vitamin C and A. ആണോ? ഇല്ല അല്ലേ, അത് ലോസ് ആവാറുണ്ട്. Some vitamins degrade each year during storage. അത് കറക്റ്റ് ആണ്. Canned vegetable may be more nutrition than fresh. Canned fresh vegetables ആണ് കേട്ടോ. Fresh vegetable may be more nutrition than fresh produce stored 4 days. കറക്റ്റ് ആണല്ലേ. ആൻഡ് ഹീറ്റിംഗ് ഇംപ്രൂവ്സ് ദ solubility of dietary fibers. അതും കറക്റ്റ് ആണ്. സോ ഇതിൽ ട്രൂ ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? 2, 3, 4. 2, 3 and 4. Find out the statement or statement that are not true about containers used in canning. Canning containers must allow air circulation. ഒരിക്കലും ആവരുതല്ലേ, എയർ ടൈറ്റ് ആയിട്ട് എയർ ഒന്നും പെർമിറ്റ് ചെയ്യരുത്. Containers must be resistant to gas and vapor. കറക്റ്റ് ആണ്. ഗ്യാസ് ആൻഡ് വേപ്പറിന് റെസിസ്റ്റൻ്റ് ആയിരിക്കണം. They help maintain commercial sterility. അതും കറക്റ്റ് ആണ്. Canning containers should not protect content from damage. അത് തെറ്റാണ്. Should protect. Okay, should protect ആയിരിക്കണം, should not അല്ല. അപ്പോൾ ഇതിൽ നോട്ട് ട്രൂ ആയിട്ടുള്ളത് 1 ഉം 4 ഉം. 1 and 4. Find out the statement or statement that are true about pressure canning. Pressure canning-ഉമായിട്ട് റിലേറ്റ് ചെയ്ത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. It is best method for high acid food like fruits. ആണോ? അല്ലല്ലേ, ലോ ആസിഡ് ഫുഡിനാണ് നോക്കുന്നത്. It destroys spores of Clostridium botulinum at 240 degree Fahrenheit. കറക്റ്റ് ആണ്. It is preferred for low acid food like vegetables and meat. കറക്റ്റ് ആണ്. The cost of equipment for pressure canning is low. അത് തെറ്റാണ് അല്ലേ. അപ്പോൾ ട്രൂ ആയിട്ടുള്ളത് 2 and 3. 2, 3 ആണ് ശരിയായിട്ടുള്ളത്. Find out the statement or statement that are not true about boiling water canning. Not true ആണ്. It is suitable for low acid food like meat. ആണോ? അല്ലല്ലേ, അത് തെറ്റാണ്.
ഇറ്റ് ഈസ് ആൻ ഇൻഎക്സ്പെൻസീവ് മെത്തേഡ് ആൻഡ് ഐഡിയൽ ഫോർ ബിഗിനർ. അത് കറക്റ്റ് ആണ്. വാട്ടർ ഷുഡ് ബി 180 ഡിഗ്രി ഫാരൻഹീറ്റ് ഫോർ ഹോട്ട് പാക്ക് ജാർസ്. അത് ഹോട്ട് പാക്ഡ് ജാർസിന് 180 ഡിഗ്രി ആയിരിക്കണം. കറക്റ്റ് ആണ്. ഇറ്റ് എൻഷുവർ ദ ഡിസ്ട്രക്ഷൻ ഓഫ് ഓൾ മൈക്രോ ഓർഗാനിസം ഈവൻ ഇൻ ലോ ആസിഡ് ഫുഡ്. അത് തെറ്റാണ് അല്ലേ? അപ്പോൾ തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് 1 and 4. 1, 4 ആണ് തെറ്റായിട്ടുള്ളത്. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് ഹെഡ് സ്പേസ് ഇൻ ക്യാനിങ് ജാർ. ഹെഡ് സ്പേസ് ഇസ് ദ ഏരിയ ബിറ്റ്വീൻ ദ ഫുഡ് ആൻഡ് ദ ബോട്ടം ഓഫ് ദ ജാർ. ആണോ? അല്ല, ലിഡിന്റെ അവിടെയാണ് വരുന്നത്. അപ്പോൾ അത് തെറ്റാണ്. ടു ലിറ്റിൽ ഹെഡ് സ്പേസ് ക്യാൻ കോസ് ഫുഡ് ടു ബബിൾ ഔട്ട്. കറക്റ്റ് ആണ്. ടു മച്ച് ഹെഡ് സ്പേസ് ക്യാൻ ലീഡ് ടു ഫുഡ് ഡിസ്കളറേഷൻ. അതും കറക്റ്റ് ആണ്. ഇംപ്രോപ്പർ ഹെഡ് സ്പേസ് ക്യാൻ റിസൾട്ട് ഇൻ സീലിംഗ് ഫെയിലിയർ. അതും കറക്റ്റ് ആണ് അല്ലേ? അപ്പോൾ ഇതിൽ ട്രൂ ആയിട്ടുള്ളത് 2, 3 and 4. Find out the statement or statement that are not true about raw and hot pack method in canning. Raw pack involves cooking food before placing in the jar. അതായത് കുക്ക് ചെയ്തിട്ട് പ്ലേസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ റോ പാക്ക് ഇൻവോൾവ്സ് കുക്കിംഗ് ഫുഡ് ബിഫോർ പ്ലേസിംഗ് ഇൻ ദ ജാർ. അത് തെറ്റാണ് അല്ലേ? ഹോട്ട് പാക്ക് ഇൻവോൾവ്സ് പ്ലേസിംഗ് റോ ഫുഡ് ഡയറക്ട്ലി ഇൻ ടു ദ ജാർ. അതും തെറ്റാണ്. ഹോട്ട് പാക്ക് എൻഹാൻസസ് ഹീറ്റ് ട്രാൻസ്ഫർ ത്രൂ ദ പ്രോഡക്റ്റ്. അത് കറക്റ്റ് ആണ്. ആൻഡ് റോ പാക്ക് ഈസ് pouring ഹോട്ട് ലിക്വിഡ് ഓവർ അൺകുക്ക്ഡ് ഫുഡ് ഇൻ ദ ജാർ. അത് കറക്റ്റ് ആണ്. ബട്ട് നോട്ട് ട്രൂ ആയിട്ടുള്ളത് 1 ഉം 2 ആണ്. 1 ഉം 2. ഇനി നമുക്ക് കുറച്ച് അസേർഷൻ ആൻഡ് റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. അസേർഷൻ: pressure canning is recommended for low acid food like vegetables and meats. അത് കറക്റ്റ് ആണല്ലേ? Low acid food support the growth of Clostridium botulinum which can only be destroyed at temperature above 240 degree. കറക്റ്റ് ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. കറക്റ്റ് എക്സ്പ്ലനേഷനും ആണ് തന്നിരിക്കുന്നത്. Canned food always has a higher nutritional value than fresh food. Always അങ്ങനാണോ? അല്ലല്ലേ. Canning destroy 100% of all vitamins during processing. 100% destroy ചെയ്യാറില്ല. സോ രണ്ടും തെറ്റാണ്. A and R are false. Boiling water bath method is suitable for high acid food. ഹൈ ആസിഡ് ഫുഡിനാണ് ബോയിലിംഗ് വാട്ടർ ബാത്ത് മെത്തേഡ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അത് കറക്റ്റ് ആണ്. ഹൈ ആസിഡ് ഫുഡ് ഹാവ് എ pH of 4.6 or below which prevent the growth of Clostridium botulinum. അത് കറക്റ്റ് ആണല്ലേ? അപ്പോൾ അത് രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. കറക്റ്റ് എക്സ്പ്ലനേഷനും ആണ്. അതുകൊണ്ടാണ് അവർക്ക് ബോയിലിംഗ് വാട്ടറും മതി. Proper headspace is necessary in canning jar. Too little headspace allow better vacuum formation in the jar. തെറ്റാണല്ലേ? A കറക്റ്റ് ആണ്. R false ആണ്. അപ്പോൾ അത്രയാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ക്യാനിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ നോക്കിയത്. അപ്പോൾ ക്യാനിങ് എന്താണെന്നുള്ളത്, അതിൻ്റെ ഹിസ്റ്ററി, പിന്നെ ക്യാനിങ് മെറ്റീരിയൽസ് ഏതാണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, ക്യാനിങ് മെത്തേഡ്സ് ഏതാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നോക്കിയത്. ഇതിൻ്റെ കണ്ടിന്യൂഷനുമായിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു എവരിവൺ.